ശ്രീ ജോർജ് ജോസഫ്, ഈ കരുവാറ്റ കൊലപാതകം മലയാളികളെ ഞെട്ടിക്കുന്നതാണ്. കാരണം പല വിധത്തിലുള്ള കൊലപാതകത്തിൻ്റെ ക്രൂരതകൾ കാണുകയും നമ്മളൊക്കെ അതിനെതിരായി ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്യാൻ നിർബന്ധരായവരാണ്. പക്ഷേ ഈ കൊലപാതകം നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇതിലെ കൊലപാതകികളുടെ പ്രായം, പിന്നീട് അവരുടെ ഓപ്പറേഷൻ രീതി ഒക്കെയാണ്. താങ്കളുടെ ജീവിതാനുഭവങ്ങൾ കൂടി ചേർത്താൽ, മീൻസ് പ്രൊഫഷണൽ അനുഭവങ്ങൾ കൂടി ചേർത്താൽ. ഇത് കേരളത്തെ പൊതുവെ ഞെട്ടിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അങ്ങനെ പറയും, പക്ഷേ ഇത് ഞെട്ടിച്ചു കഴിഞ്ഞു. കാരണം ഇതിൻ്റെ അകത്ത് പ്രൈം അക്യൂസ്ഡായിട്ട് വരുന്ന ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ 13 വയസ്സുകാരിയാണ്. അത്ര ഒരു മാനസിക വളർച്ച ആ കുട്ടിക്ക് ഉണ്ടായത് എങ്ങനെ? അതുതന്നെയല്ല, കൊലപാതകത്തിന് ആ കൊട്ടേഷൻ ആ കുട്ടിയാണെന്നാണ് നേരത്തെ മുതൽ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ. ആ കുട്ടിയുടെ വല്യപ്പൻ്റെ വാടകയ്ക്കെടുത്ത് ആ വീട്ടിലാണ് ആ കൊലപാതകം നടന്നത്. ഈ 3 ആൺകുട്ടികൾ അവർ മൈനറാണ്. ഈ പെൺകുട്ടിയുടെ സുഹൃത്താണ്. ഈ പെൺകുട്ടിക്ക് അതിലൊരു കാമുകനുണ്ട്. ഇവർ കൊല്ലം പരവൂർ താമസിക്കുന്ന സ്ഥലത്തെ കുട്ടികളാണ്, മറ്റ് ആൺകുട്ടികൾ. ഇപ്പോൾ 2 മാസമായുള്ളൂ ഈ കരുവാറ്റയിൽ ശിവൻകുട്ടി ചെട്ടിയാരും കുടുംബവും താമസിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ 2 മാസമല്ല 2 വർഷമായി. ഇതിനടുത്ത് അവരൊരു വീട് വെക്കുന്നുണ്ട്. ഈ ശിവൻകുട്ടി ചെട്ടിയാരുടെ ഭാര്യയും മകളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവർ പ്രഗ്നൻ്റാണ്. മകള് അതിന് പോയ സമയത്താണ് ഈ കൊലപാതകം നടന്നത്. ഈ 13 വയസ്സുകാരി ചെറുപ്പത്തിലെ കഴിഞ്ഞു വന്നതെല്ലാം കൊല്ലം പരവൂരാണ്. 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പക്ഷേ കുട്ടിയുടെ അമ്മ ഒരു ഡൈവേഴ്സിയാണ്. അവരെ അതിന് ശേഷം ഈ കുട്ടി മാത്രം ആ വീട്ടിലെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും തണലിൽ പരവൂർ വളർന്നു. അതിനുശേഷം ഇവർ ഈ കരുവാറ്റയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ ഒറ്റയ്ക്കായി. 7ാം ക്ലാസ് വരെ ബന്ധുക്കളൊക്കെയാണ് കൊച്ചിനെ വളർത്തിയത്. ഒരു നെഗ്ലക്റ്റഡ് ചൈൽഡ് തന്നെ, അതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സംഭവത്തെപ്പറ്റി കേരളത്തിലുള്ള എല്ലാവരും പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും നമ്മുടെ എല്ലാ വില്ലേജുകളിലും പഞ്ചായത്തുകളിലും അവിടെയുള്ള ലിമിറ്റഡായ ഫാമിലിയിൽ ഇതുപോലെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയോ സ്നേഹലാളനയോ ഒന്നും ലഭിച്ചിട്ടില്ല. അവർ വളർന്നു വന്നത് അയൽവക്കംകാരും മറ്റും എല്ലായിടത്തും കൂടെ ആ കുട്ടി ഓടി നടന്ന് അങ്ങനെയൊക്കെയാണ് വളർന്നത്. അതിന് മാതൃത്വം അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം ആരെയും കിട്ടിയിട്ടില്ല. തന്നെ വളർന്നു. നമുക്കറിയാമല്ലോ, ഒരു മരം തന്നെ നല്ല വെയിലും ഒക്കെ വളമൊക്കെ ഉണ്ടെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഇത് വളർന്ന് പല ആൾക്കാരും ആ കൊച്ചിനെ സംരക്ഷിച്ചവരാണ്. അപ്പോൾ ആ കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റി പേരൻസിന് ആർക്കും ഇല്ല. അതങ്ങ് വളർന്നു വന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നപ്പോഴാണ് 13 വയസ്സിലെ മിക്കവാറും ആ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അത് തന്നെയല്ല, സിനിമ കാണുന്നു, അതിനകത്തുള്ള ക്രൈം മുഴുവൻ ആ കുട്ടികളെല്ലാം പഠിക്കുന്നു. അതുപോലെ അങ്ങനെ ഒരു മാനസിക അവസ്ഥ വന്നു. അതിന് വരുംവഴികാഴികളെപ്പറ്റി ഒന്നും ചിന്തയില്ല കുട്ടിക്ക്. അങ്ങനെ ഈ വല്യപ്പൻ്റെ അവിടെ കരുവാറ്റയായി വന്നപ്പോഴാണ് ആ പെൺകുട്ടി അമ്മയും ഈ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ വല്യമ്മയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ വല്യപ്പൻ തന്നെയായി. അപ്പോൾ പണം എടുക്കാനായിട്ട് പല കഥകളും പറയുന്നുണ്ടെങ്കിൽ ഈ കുട്ടി വല്യപ്പൻ കുട്ടിയെ ഒരു ബാഡ് ടച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്തെന്നൊക്കെ ഒരു കഥയൊക്കെ പറയുന്നത്, അത് കുട്ടികളെല്ലാം സർവ്വസാധാരണമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ കുട്ടികൾ സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി കണ്ടുപിടിച്ച് ഒരു കൊലപാതകം നടത്തേണ്ട ഈ ചെറുപ്രായത്തിൽ തന്നെ അത് എവിഡൻസ് നശിപ്പിക്കാനും അവരെ പിടിക്കാതിരിക്കാനുമുള്ള തന്ത്രത്തിൻ്റെ പുറത്ത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവിടെ അവർ മുളക് പൊടി വിതറിയത്. മുളക് പൊടി വിതറിയ കഴിഞ്ഞാൽ പോലീസ് നായി വരുമ്പോൾ അത് സ്നിഫ് ചെയ്യുമ്പം അതിൻ്റെ ഡൈവർഷൻ ഉണ്ടാവും. അതിനാണ് മുളക് പൊടി അവിടെ ചെയ്തത്. അത് തന്നെയല്ല, ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കുന്ന ആൺകുട്ടികൾ. പിന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി അതൊക്കെ സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് അവിടെ നിന്നൊക്കെ അവർ പഠിച്ചെടുത്തതാണ്. ആ വീടിൻ്റെ ആ മൂലയിലുള്ള ഒരു ബാത്റൂമിൻ്റെ മുകളിലുള്ള ആ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ എക്സോസ്റ്റ് ഫാനിൻ്റെ ഭാഗം പൊട്ടിച്ച് ആണ് ഇവർ കയറുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഫഷണൽ സ്കില്ലാണ്. അങ്ങനെ കയറി ആണ്. ഇതിന് മുമ്പ് ഒരു സംഭവം കൂടെ പറയാൻ ഞാൻ. ഈ കുട്ടികൾ നേരത്തെ ഈ വല്യപ്പനെ കൊന്ന് പണം എടുക്കാൻ കാരണം ആ പയ്യന്മാർക്ക് മൈനറായ മറ്റേ 3 പേർക്ക് അവർക്കൊരു ഐഫോൺ വേണം, കോസ്റ്റ്ലി 1,00,000 രൂപയുടെ. സർവ്വ വിവരങ്ങളും ലോകത്തിലെ മുഴുവൻ കാണാനും പിടിക്കാൻ ഒരു ഐഫോണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ കുട്ടികൾ
ഒരു 2 വീലർ വേണം മൂവ് ചെയ്യാനൊക്കെ. ഇതൊക്കെയാണ് അവരുടെ ചിന്തകൾ. ഒരു ജെൻസിയുടെ കുട്ടികളുടെയൊക്കെ ചിന്ത തന്നെയാണ് ഇവർക്കും വന്നിരിക്കുന്നത്. അതുതന്നെയല്ല, അവിടെ ഈ ഓപ്പറേഷൻ രീതി നമ്മൾ നോക്കുമ്പം പ്രൊഫഷണൽ ആൾക്കാരുടെ എല്ലാ രീതികളും അവർ പഠിച്ചിരിക്കുന്ന സിനിമയിൽ നിന്നാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി, എങ്ങനെയാണ് ഒരാളെ കൊല്ലേണ്ടതെന്ന് കൃത്യമായിട്ട് ഇങ്ങനെ മറുപടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കേരളത്തിലെ മൊബൈൽ ഫോണിൽ കുട്ടികൾക്ക് അറിയാം. അത് തന്നെയല്ല, നമ്മൾ ഈ കുട്ടികളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും സ്ഥലത്ത് പോയാൽ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടി അത് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മ ഒരു പായി കിടത്തിയിട്ട് ആ കുട്ടിയുടെ ഒരു മൊബൈൽ ഫോൺ നല്ലൊരു സിനിമാ ഗാനമൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന കയ്യിലോട്ട് കൊടുക്കും. കുട്ടിയുടെ കരച്ചിൽ നിൽക്കും. ചെറുപ്പം മുതൽ 2.5 3 വയസ്സിലെ പല വീടുകളിൽ ഞാനിത് കാണുന്നുണ്ട്. ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലോട്ട് തള്ളിക്കയറി വരികയാണ്. അതിൻ്റെ ബ്രെയിനിലൊക്കെ അതാ കിടക്കുന്നത്. ഇവിടെ അത് തന്നെയല്ലേ സംഭവിച്ചത്. ആ 13 വയസ്സുകാരി കുട്ടി താങ്കൾ അത് വളരെ ശാസ്ത്രീയമായി തന്നെയാണ് അതിനെ അപഗ്രഥിച്ചത്. ഞാൻ തിരിച്ചെത്താം.